മക്കളെ, ഈ തലയിൽ 3 തുള്ളി വെള്ളം ഒഴിക്കുന്നതല്ല കുമോദിസ എന്ന് പറഞ്ഞാൽ. മുങ്ങി നിവരണം, മുങ്ങി നിവർന്ന് തന്നെ കാണിച്ചേക്കണം. അതാണ് മാതൃക. അപ്പോൾ നിങ്ങളുടെ തന്തമാരും തള്ളമാരും നിങ്ങളെ തന്നെ പെടുത്തും. നിങ്ങളൊക്കെ കുറേ വളർന്നു കഴിഞ്ഞാണ്ടല്ലോ, ഈ മക്കൾ നിങ്ങളുടെ പോർക്ക് പോലെ വീർത്തിരിക്കും. ഇപ്പോൾ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലെ വിചാരിച്ചിരിക്കേണ്ട. നിങ്ങളുടെ വൃത്തികെട്ട റോമൻ കാത്തലിക് ലാംഗ്വേജൊക്കെ ഞാൻ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് എൻ്റെ ലാംഗ്വേജ് അല്ല. അപ്പോൾ മനസ്സിലാക്കുക ഞാൻ ഏത് രീതിയിൽ സംസാരിക്കണേ. നിങ്ങളുടെ വിഡിത്ത രീതിയിലുള്ള ലാംഗ്വേജാണ് ഇവിടെ വിഡിത്തമില്ലാണ്ട് വിവരമായിട്ട് വരണത്. അപ്പോൾ മനസ്സിലാക്കി പഠിച്ചോ. എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞു, എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മറവി രോഗം ഉണ്ടെങ്കിൽ പറഞ്ഞു, എനിക്ക് അതിനുള്ള ഗുളിക കഴിച്ചോ നിങ്ങൾ. അപ്പോൾ ഞാൻ ഒരു മൈക്കിലൂടെ പറയണം, എനിക്ക് മൈക്കിലൂടെ ഒരു പറയിപ്പിച്ച് പറയാൻ ആ രീതി എനിക്കറിയില്ല. അപ്പോൾ സ്വന്തം ഇതിലെങ്ങനെ വരണേന്ന് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഓരോരോ വിഡിത്തങ്ങൾ ഓരോരോ അതിങ്ങനെ വരണേന്ന് നോക്കുക. എന്നുവെച്ചാൽ ഞാൻ നിങ്ങളൊക്കെ കുറേ വളർന്നു കഴിഞ്ഞാൽ പോർക്ക് പോലെ വളരും. ഇതുപോലെ എൻ്റെ പോലെ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ 25 വർഷം, ഇപ്പോൾ 25 ഒരു 30 വർഷം തീർന്നുള്ളൂ. അപ്പോൾ 25 വർഷം തീർന്നാലും ഞാൻ ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഭയങ്കര വ്യത്യാസമായിട്ട് മാറില്ല. അതിലൊരു എന്താ പറയുക, ഇമ്പം ഉണ്ടാവും മുഖത്തിനും ശരീരത്തിനും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. ഞാൻ എൻ്റെ സമയത്തിന് എല്ലാം നടക്കും. അല്ലാണ്ട് കല്യാണം കഴിക്കാൻ തത്രപ്പെടാ, മക്കളുണ്ടാക്കാൻ തത്രപ്പെടാ, ജോലി ചെയ്യാൻ തത്രപ്പെടാ, ചെറുപ്പത്തിലൊക്കെ ഊമ്പി നടന്ന് തമ്മിൽ ഊമ്പി നടന്ന്, അതൊക്കെ ഞാൻ നിങ്ങൾ ചോദിക്കാൻ വരുമ്പോൾ ചോദിച്ചിരിക്കും. നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തിരിക്കണോ, ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തിട്ടില്ലേ, ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് തേവിടിച്ചികളായ ഭാര്യ, അവർ ലെസ്ബിയൻ കളി എന്തെങ്കിലും കളിച്ച് തേവിടിച്ചികളെ ഭാര്യേനെ തേവിടിച്ചികളായ ഭാര്യേനെ ഒരു സമയം 34 വയസ്സ് കഴിഞ്ഞ് വരുന്നതായി ലാംഗ്വേജ്. തേവിടിച്ചികൾ ഭാര്യേനെ നിങ്ങളാക്കിയിട്ട് ഈ തേവിടിച്ചികളെ തള്ളകളെ തന്നെ ഈ മക്കളെ കീഴ്പ്പെടുത്തും. നിങ്ങൾ ഫാമിലി മൊത്തം ഇല്ലാണ്ടായ ഫ്ലാറ്റ് തന്നെ ഒഴിഞ്ഞ് കൊടുക്കേണ്ടി വരും, ആക്സിഡൻ്റ് ആയിട്ട് വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ. ഈ അബദ്ധ വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വാക്കുകൾ പറയാൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ടി വി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്കിൽ എന്തെങ്കിലും സംസാരിക്കായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അത് നിങ്ങൾ നിങ്ങൾ മക്കളെ വിളിച്ച് ഭാവിയിലെ പോർക്ക് പോലെ ആവാനുള്ള മക്കളെ വിളിച്ച് ഓടിപ്പിക്കേണ്ട കാര്യം എന്താണ്, അകത്ത് കയറ്റേണ്ട ആവശ്യം എന്താണ്? അത് തമ്മിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രൂഫ്? അത് ചോദിക്കും. നിങ്ങൾ എൻ്റെ തൂർന്നും മുഴുത്തൊക്കെ നോക്കിയിരിക്കേണ്ട ആവശ്യം എന്താ? ക്യാമറ വെച്ച് ക്യാമറ ഒക്കെ ഉണ്ടായത് 120 വർഷം മുമ്പുള്ള ക്യാമറ. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വായ തുറന്ന് ചോദിച്ചാൽ എനിക്ക് ആവശ്യമില്ല. ക്യാമറ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. എന്നുവെച്ചാൽ 500-1000 വർഷം ആൾക്കാരൊക്കെ ക്യാമറ ഉണ്ടായി, വെഡികൾ ആരെങ്കിലും ആയിക്കോട്ടെ, ക്യാമറ കയ്യിൽ പിടിച്ച് ഇത് മുറുക്കെ പിടിക്കണം, ക്യാമറ വേണം ഷാർട്ടും പിടിച്ചിട്ടാണ് ജീവിച്ചേക്കണേ അല്ല. അപ്പോൾ അത് ചോദിച്ചാൽ ഉള്ള കാര്യം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് മുഖത്തെപ്പോഴെങ്കിലും. അപ്പോൾ പിന്നെന്താ, ഒരു കുമ്മുട്ടി കോഹലാൽ ആൻറ്റി ക്രൈസ്റ്റായ മുസ്ലിംസ് ആരും ഇത് പറയില്ല, പറഞ്ഞു തരൂല്ല. അവരവരുടെ ശോഷിച്ച വാക്കുകൾ ഒടിഞ്ഞിരിക്കണം, തളർന്നിക്കണം മോന്ത വെച്ചിട്ട്, വിടർന്ന മോന്തയല്ല അത്, തളർന്ന മോന്ത വെച്ചിട്ട് കുരുട്ട് മോന്ത വെച്ചിട്ട് പറയിപ്പിച്ച് മാത്രം പറയണ 2 മണിക്കൂർ ഡയലോഗ് പറയും. പറയിപ്പിച്ചല്ല ഇത് പറയണേ. പറയിപ്പിച്ചിട്ട് 11 മണി തൊട്ട് 6 മണി വരെ ഞാൻ നിന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ചകഞ്ഞെടുക്ക്. എന്നുവെച്ചാൽ ഞാൻ ഒരിക്കലും ചകഞ്ഞെടുത്ത് നോക്ക്, ഞാൻ ഒരു കാല് തെറ്റാണ്ട് ഒരു 6-7-11 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസാരിച്ചത് തന്നെയാണ്. ഏതിന് വെട്ടിപ്പെട്ട തലേമാർ ഇതുപോലെ പറയിപ്പിക്കാണ്ട് ഇല്ല. പറയിപ്പിച്ച 2 മണിക്കൂർ 15 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കും. അതല്ല വേണ്ടത്. മൈക്കില്ലാണ്ടൊക്കെയാണ് പണ്ട് കാര്യം ഏത് രീതിയിലാണ് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ പകർന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിങ്ങനെ പറയിപ്പിക്കാണ്ട് പറയണം. 11 മണിക്കൂർ രാവിലെ ഉച്ചയ്ക്കുള്ള കാര്യമില്ല, രാത്രി ഉറങ്ങേണ്ട നേരത്ത് 11 മണി തൊട്ട് പുലർച്ചെ 6 മണി രാവിലെ ഫുൾ 6 മണി ഒരു പോളെ കണ്ണുകൂടി അടച്ചില്ലല്ലോ, ഒന്ന് കിടക്കി നിന്ന് തന്നെ സംസാരിച്ച് 7-8 മണിക്കൂർ. വെള്ളം കുടിച്ചത് 6 മണിക്ക് ശേഷം, പിന്നെ 9:30 വരെ ഉറങ്ങി രാവിലെ. അത്ര മതി. അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയാൽ എത്ര അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് അറിയാം. അപ്പോൾ ഒന്ന് നോക്കിയാൽ ഞാൻ ഒരു വെള്ളം അവിടെ ഇരിക്കുന്നുണ്ട്, പകുതി വെള്ളം പോലും കുടിക്കാണ്ട് രാവിലെ 6 മണിക്ക് പകുതി വെള്ളം കുടിച്ചിട്ട് ഞാൻ ഉറങ്ങി 9:30 എനിക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്. മനസ്സിലാക്കാൻ പഠിക്കും. ഒരു ഹോസ്റ്റലുണ്ടായിരുന്നു, 9 വർഷം ഇവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂരുണ്ടായിരുന്നു, 10 വർഷം ഗോവയിലുണ്ടായിരുന്നു. ഒരാൾക്കും എന്നോട് തോണ്ടി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്താൻ, എന്തെങ്കിലും ഇങ്ങോട്ട് സംസാരിച്ചാൽ അങ്ങോട്ട് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് എൻ്റെ കാര്യം നോക്കാറിയാം. പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെയാണ്, പിന്നെന്താ, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകാനാണ്, ഇരുട്ടത്താണ്, പുലി വരുന്ന സ്ഥലമാണ്, എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ട്. ഞാൻ പോയിട്ടുണ്ടല്ലോ, ഒരു 12 മണിക്കൂർ പുറത്ത് ഏത് കാട്ടുപ്രദേശത്ത് റോഡിലൂടെ നടന്ന് ആരും പോവാത്ത കുടിച്ച് നടക്കണോ ചടഞ്ഞു കൂടി ഇരിക്കണവരുടെ ഇടയിൽ ഞാൻ പെട്ടിട്ടില്ലേ. എന്താ ഉണ്ടാവണേ, അവർക്കൊന്ന് 4 വർഷം അവിടെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെടാത്ത സ്ഥലം. ഒന്ന് തോണ്ടി ഹാരിസെന്ന് വിളിക്കാനാ, എന്താ ഹാരിസെന്ന് വിളിച്ച് സംസാരിച്ചാൽ അങ്ങോട്ട് പറയാൻ എന്തെങ്കിലും ശോഷിച്ച വാക്കുകൾ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ മുഖത്ത് നോക്കി അത് പറയണല്ലേ.
ഒരു 4 വർഷം ഒന്ന് നോക്കി 4 വർഷം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ 75 ബോയ്സ് പോട്ടെ കൂടെയുള്ള ബാച്ചിൽ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഉണ്ടായിരുന്നു. എത്ര പട്ടുപടി എന്തൊക്കെ ചെയ്തു. ഒന്ന് പേര് വിളിച്ചൊന്ന് തോണ്ടി നമ്പർ അങ്ങോട്ട് ചോദിച്ചു. അങ്ങനെ പറയാനൊരു ഇതില്ല. 9 വർഷം ഉണ്ടായിരുന്നു ഇവിടെ, 10 വർഷം ഗോവയിലുണ്ടായിരുന്നു. ഇപ്പം എന്തൊക്കെ 10, 7, 8 വർഷം. അപ്പോൾ ഒന്ന് തോണ്ടി ഒന്നും സംസാരിക്കാവുന്ന രീതിയില്ല. അപ്പോൾ മനസ്സിലാക്കുക, ഞങ്ങൾക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം മക്കളെ കൊണ്ടുവന്ന് പറയിപ്പിക്കൽ. എനിക്കത് കൊള്ളണല്ലേ, നിങ്ങളതിനെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഒന്നും കൊള്ളില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കാത്തതെന്ന് എനിക്കറിയാം. പണ്ട് ജീൻസ് പറയും സംസാരിക്കണം എന്ന് തോന്നിയാലല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഞാൻ അത് പറയണേ, വിശപ്പ് തോന്നിയാലല്ലേ കഴിക്കേണ്ട കാര്യമുള്ളൂ, അല്ലാണ്ട് വെറുതെ പേരിന് വേണ്ടി കഴിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ആ രീതിയിൽ തന്നെ. അപ്പോൾ വിവരമുള്ള ലാംഗ്വേജ് എങ്ങനെയാണ് വരണമെന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പോലത്തെ മുമ്പിൽ നടന്ന വെടിച്ചുകളുടെ കൂടെ കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കി മക്കളെ പോർക്ക് പോലെ ഒരു 18 വയസ്സായി നോക്കിയോ, നിങ്ങളുടെ മെലിഞ്ഞിരിക്കണ മക്കൾ വീർത്ത് ചിലപ്പോൾ കറക്കും, വല്ല രോഗം കാലും വല്ല പാണ്ട് വന്ന് വേറെ വല്ല രോഗം പിടിച്ച് തടിച്ച് വീർക്കണം കാണാം. അപ്പം അറിയാം നിങ്ങളുടെ തന്തയും തള്ളയും നിങ്ങളോട് വെഡിത്താണോ ഓതി കൊടുത്തതെന്ന് അന്ന് മനസ്സിലാവും ഞങ്ങൾക്ക്. എന്നാൽ യേശുവ അവർ പറഞ്ഞിട്ടില്ല. യേശുവ പറയുന്നത് മാതൃക കാണിച്ചിരിക്കുന്നത് എന്താണ്? 3.5 വർഷം പുറത്തിറങ്ങിയത് എന്തിനാ? സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല വെറുതെ പുറത്തിറങ്ങി നടന്നു, അങ്ങനെയല്ല. പ്രസംഗിച്ച 3.5 വർഷം എന്നിട്ട് എന്തായാലും സാക്രിഫൈസ് ചെയ്യാൻ പോവാന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അത് ഒരു സാക്രിഫൈസ് മതി, അതിനെ റിപ്പീറ്റ് ചെയ്ത് വിലയില്ലാണ്ടാക്കേണ്ട കാര്യമില്ല. അതിനു വേണ്ടി തന്നെയാണ് എഴുതി വെച്ചേക്കണം. പൗലോസിനെ തിരഞ്ഞെടുത്ത് പറഞ്ഞിട്ട് അത് ഫുള്ളായിട്ട് വായിക്കാൻ നോക്ക് ബൈബിളിൽ. എന്തിട്ട് പറഞ്ഞാണ് അത് പറഞ്ഞ പാതിരികളുടെ ആവശ്യമില്ല, ഇനി മഹാപുരോഹിതൻ ഒന്നേ ഉള്ളൂ. എന്തുകൊണ്ട്? അത് ജീവനുള്ള ദൈവത്തിൽ നിന്നാണ് നോക്കണേ, അത് മനുഷ്യനിൽ നിന്നല്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയും? വിശ്വാസത്തിൻ്റെ കാലത്ത്, ഏത് റോമൻസിൻ്റെ കാലത്ത് എന്തെങ്കിലും അറിയത്ത് വന്നതാണെങ്കിലും ആ കന്യകയായിരിക്കുന്ന സമയത്ത് കടിഞ്ഞൂലായിട്ട് പിറന്നത് എങ്ങനെയാണ്? അതിന് കുറേ മക്കളുണ്ടായിട്ട് അത് ശേഷമല്ല ഉണ്ടായിക്കണേ. അതുകൊണ്ട് പറയണേ, ഈ സമയത്ത് എപ്പോഴോ ഈ സമയം വെച്ചിട്ട് തന്നെ ആ സമയത്ത് ജനിച്ചേക്കണേ. അല്ലാണ്ട് ഡിസംബർ 25 അല്ല. അതിനെ നിങ്ങൾ വേറെ രീതിയിൽ കൊട്ടി ഘോഷിക്കേണ്ട കാര്യമില്ല. എന്നിട്ടും കുറേ വിഡ്ഢികൾ അതിനെ ഘോഷിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെയല്ല. അപ്പോൾ ഞാൻ നോക്കണ സമയം എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കാര്യം നോക്കണം. നിങ്ങളുടെ തെറ്റ് ഒരു ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസും ആൻറ്റി ക്രൈസ്റ്റ് പാതിരികളും ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസും ആരും ഇത് പറഞ്ഞു തരില്ല. അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ യേശു അന്ന് തൊട്ട് പറഞ്ഞു 3.5 വർഷം പുറത്തിറങ്ങി നിന്നുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ എന്ന് പറഞ്ഞാൽ പിതാവിനെ പറഞ്ഞ് സ്റ്റാച്യുവിനെ എല്ലാം നോക്കണേ. വ്യത്യാസം മനസ്സിലാക്കി വീണ്ടും പാതിരി വേഷം കെട്ടണവർ മുത്താൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. മുങ്ങി നിവർന്നു, 30 വയസ്സിൽ മുങ്ങി നിവർന്നു. എന്തുകൊണ്ട്? ഈ മരപ്പണി നിർത്തിയിട്ട് മുങ്ങി നിവർന്നു, 30 വയസ്സിൽ മുങ്ങി നിവർന്നു. 25 വർഷം അവൻ്റെ സഹോദരന്മാർ പറഞ്ഞിട്ട് ഉണ്ണാൻ എന്തെങ്കിലും ഡിന്നറിൻ്റെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പറഞ്ഞ് അവർക്ക് താഴെ അനിത്യയുണ്ടോ പറഞ്ഞ് 30 വയസ്സിൽ പുറത്തിറങ്ങി ബാപ്റ്റിസം ചെയ്യണു. ബാപ്റ്റിസം ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ചിലവരൊക്കെ 18, 19, 20 വയസ്സിൽ അന്ന് ജൂയിഷ് ആൾക്കാർ ബാപ്റ്റിസം ചെയ്യണവരുണ്ട്. പക്ഷേ യേശുവ കുറച്ച് ലേറ്റായിട്ട് 30 വയസ്സിലെ ബാപ്റ്റിസം ചെയ്തത്. അപ്പം മനസ്സിലാക്കുക, ബൈബിളിൽ ഇങ്ങനെയൊക്കെ എഴുതിക്കും, പക്ഷേ ശരിക്കുള്ളത് മനസ്സിലാക്കുക. 8 വീക്സിൽ അല്ലെങ്കിൽ 8 ആഴ്ച അല്ലെങ്കിൽ 8 ദിവസത്തിൽ സർക്കംസിഷൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ കാര്യം 2012 24 വയസ്സുള്ളപ്പോൾ 24-12 സമയം നോക്കും. 00 സമയമാണ്. 23 ശേഷം 20 എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട 8 സമയം. അത് കഴിഞ്ഞാൽ അതൊരു ഇൻസ്റ്റൻസ് പറഞ്ഞു. അതിന് പല ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞു. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും വിചാരിക്കും എക്സാമ്പിൾ. അപ്പോൾ മനസ്സിലാക്കുക എന്താ എൻ്റെ കാര്യം. ഒരു ഇംഗ്ലീഷ് രീതിയിൽ പറയുകയാണെങ്കിൽ അത് ഭൂലോകം അംഗീകരിച്ച ലാംഗ്വേജാണ്. പക്ഷെ ഞാനിവിടെ മലയാളം കൂടി ചേർക്കുന്നുണ്ട്. എന്തുകൊണ്ടേ പറഞ്ഞു, നിങ്ങളുടെ വിഡിത്തത്തിലൂടെ പറച്ചില് ഞാനത് പറഞ്ഞു നോക്കാം. ഞാൻ ഒഴുക്കോടെ പറയും, ആർക്കായാലും മനസ്സിലാവുന്നു. ലോകം മൊത്തം ആര് കേട്ടാലും 1 വ്യൂ 2 വ്യൂ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എൻ്റെ വോയിസിന് വില ഉണ്ടെങ്കിൽ ചേഞ്ച് നടന്നുണ്ട്, ഇനിയും നടക്കും. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഒരു വേറെ രീതിയിൽ അല്ലാണ്ട് യേശു ഒരിക്കലും ഇറങ്ങി തിരിച്ച് ഞാൻ അങ്ങനെയല്ല പറഞ്ഞാണ്. കുതിരപ്പുറത്ത് കയറാണ്ട് കഴുതപ്പുറത്ത് എന്തിനു കയറിയേ? പിന്നെ എന്തിനു രാജാവ് പോലെ വരും എന്നൊക്കെ പറഞ്ഞ്, കള്ളനെ പോലെ വരുന്ന അതുപോലെ തന്നെ പറഞ്ഞേക്കണേ. അപ്പോൾ യേശു വന്ന് പറയണത് എന്താണ്? യേശു ചോറ് പോലെ, അത് ബേർഡ്സും നമ്പേഴ്സും കണക്ഷൻ അനുസരിച്ച് വന്നതാണ്. അതിന് സമയം, കാലോ, മണിക്കൂറോ ആരും അറിയാൻ പോകണില്ല. അറിഞ്ഞാലും അറിയാത്ത പോലെ പെരുമാറും. കള്ളനെ പോലെ വരുന്നു, ഉറങ്ങിക്കിടക്കണ പോലെ. ഉറങ്ങിക്കിടക്കാൻ കൂർക്കം വലിച്ച് രാത്രി കിടന്നുറങ്ങണ കാര്യമല്ല പറയണേ. പക്ഷേ കണ്ണ് തുറന്ന് രാവിലെ എഴുന്നേറ്റ് നടന്നാലും ഈ വിവരമില്ലായ്മയുടെ ഉറക്കം, എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കണതിൻ്റെ ഉറക്കം അവിടെ അപ്പം ആ സമയത്ത് വരുന്ന പറയണേ. 2000 വർഷം ശേഷം വരും എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞേക്കണേ. അല്ലാണ്ട് വേറെ ഒരു കൃത്രിമം ചേർത്തിട്ടൊന്നുമില്ല.
പിന്നെ എന്താ പറയുക, യേശു തന്നെ പറയുന്നുണ്ട് മുങ്ങി നിവരേണ്ടത് മുങ്ങി നിവരണം, അല്ലാണ്ട് 3 തുള്ളി വെള്ളം ഒഴിക്കുന്നതല്ല കൂമോദീസ എന്ന് പറയുന്നത്, ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഒരു സമയം എത്തുമ്പോൾ അപ്പം തന്നെ തിരിച്ചറിവില്ലാത്ത പ്രായത്തിലല്ല ചെയ്യേണ്ടത്. വളർന്ന ഒരു 18, 19, 25, 30 വയസ്സിൽ ചെയ്യേണ്ട മുങ്ങി നിവരേണ്ടത്. 3 പ്രാവശ്യം മുങ്ങി നിവർന്നോ ഒരു അസ്വസ്ഥയാണ്, അതിൽ ചേഞ്ച് ഉണ്ടാവും. നിങ്ങളെല്ലാവരും മുങ്ങി നിവരാണ്, അങ്ങനെ ഒരു പ്രത്യേക സ്ട്രെങ്ത് ഉണ്ടാവും. എന്തെങ്കിലും ആയിക്കോട്ടെ, തത്രപ്പെട്ട് കല്യാണം കഴിക്കാനും മക്കളുണ്ടാക്കാനും തത്രപ്പെട്ട് ജോലി ചെയ്യാണ്ടിരുന്നാൽ മതി. ജീവനുള്ള സമയത്തെല്ലാം നടന്നുണ്ടെങ്കിൽ നടന്നു, ശരി. അതിൽ മുമ്പിൽ നടന്ന് തേവിടിച്ച് പോലെ ആയി എന്നൊന്നും ഇല്ല. അപ്പോൾ നോക്ക്, മുങ്ങി നിവരനെ വേണം. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുന്ന പോലീസിനുണ്ട്. നിന്ന് വെറുതെ വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന്. ഏതെങ്കിലും ശോഷിച്ച പെണ്ണവൻ ഡ്രഗ് അടിച്ച് നടക്കണവർ ഇത് പറയുമോ? ഇല്ല. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും 5, 10 വെച്ചിട്ട് എല്ലാം ബലി അർപ്പിക്കാന്ന് വിലയില്ലാണ്ട് ചെയ്യാൻ പാടില്ല. അത് വലിയ തെറ്റാണ്. അതുപോലെ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ, മരിച്ചവർ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, തമ്മിൽ പുഷ്ടിപ്പെടുത്തേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ സ്ട്രെങ്ത്തുള്ള വാക്കുകൾ പറഞ്ഞ്, വേർഡ്സ് പറഞ്ഞ് തമ്മിൽ പുഷ്ടിപ്പെടുത്തേണ്ടത്. അതാണ് പ്രാർത്ഥന. അല്ലാണ്ട് ജൽപ്പനയും ജപമാലയും അല്ല. അത് യഹോവയ്ക്ക് അരോചകമാണ്. ദേഷ്യം എന്നല്ല പറഞ്ഞേ. അങ്ങനെ മരിച്ചു പോയ പാതിരികളെയും സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെയും ആരാധിക്കുന്നതല്ല. നിങ്ങൾ പുഴുവിനെ വരെ ആരാധിക്കില്ല. പുഴുവാണ് നിങ്ങൾ സൃഷ്ടിച്ചത്, അല്ല. അപ്പോൾ ജീവനുള്ള ദൈവം ഇതൊന്നുമല്ല. അപ്പോൾ ആ സൃഷ്ടിയല്ല. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, പ്രസവിച്ച് വളർത്തി എന്ന് പറയാം. അല്ലാണ്ട് സൃഷ്ടിച്ച് വളർത്തി എന്ന് പറയുമോ ആരെങ്കിലും? മരത്തെ നട്ടു വളർത്തി എന്ന് പറയാം. അല്ലാണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ ഫുൾ ഒരു എല്ലാ വക ചേഞ്ചും കാണാനുള്ള കഴിവും എല്ലാം അതിന് ജീവനുള്ള ദൈവത്തിൻ്റെ മാത്രം ജോലി എന്ന് പറയാം. ജീവനുള്ള ദൈവത്തിൻ്റെ മാത്രം കർത്തവ്യമാണ്. എന്താ പറയണമെന്നുണ്ട്, നിങ്ങളായിട്ട് അതൊക്കെ ശോഷിച്ച വാക്കുകൾ പറയണേ എന്ന് വെച്ചാൽ എല്ലാ വക വ്യത്യാസങ്ങൾ, എല്ലാ വക കണ്ണ് കാണാനുള്ള വ്യത്യാസം, മൃഗങ്ങൾ കാണുന്നത് വേറെ രീതിയിൽ, ലെൻസ്, അതൊക്കെ നമ്മൾ ഇവിടെ കൃത്രിമമായി ചെയ്യുമ്പോൾ അത് നാച്ചുറലി അത് വന്നുകൊണ്ടിരിക്കുക. ഓരോരോ സെൽസിൻ്റെ ഓരോരോ മൈറ്റോകോൺട്രിയ, ഓരോ മൂവ്മെൻറ്റ് എന്ന് പറയും. എന്നിട്ട് സ്യൂഡോപോഡിയ, അത് അതിൻ്റെ മൂവ്മെൻറ്റ്, എന്തെങ്കിലും അസുഖം വന്നാൽ അത് എൻഗൾഫ് ചെയ്ത് ഇല്ലാണ്ടാക്കാനുള്ള രീതി, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ചെറിയ സെല്ലിന് വരെ വ്യത്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും മരങ്ങളുടെ കളറ് വ്യത്യാസം, എല്ലാം അതൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ മഴ പെയ്യേണ്ട സമയത്ത് എല്ലാം വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഓരോരോ ഇതും വൃത്തിച്ചലന മാറ്റങ്ങൾ, അതൊക്കെ വ്യത്യാസം വരണമെങ്കിൽ അതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. അത് ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ? ഇല്ല. മനുഷ്യന് ആർട്ടിഫിഷ്യാലിറ്റിയാണ് ഒരിക്കലുള്ളത്. ആർട്ടിഫിഷ്യാലിറ്റിയിലൂടെ ഒരു കണ്ടുപിടിക്കുക, മൊബൈൽ ടെക്നോളജി പോലത്തെ കണ്ടുപിടിക്കുക, അതല്ല സൃഷ്ടി എന്ന് പറഞ്ഞാൽ. സൃഷ്ടിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നട്ടു വളർത്തി എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ സൃഷ്ടിച്ച് വളർത്തി എന്ന് ആരെങ്കിലും പറയുമോ? അല്ലെങ്കിൽ പ്രസവിച്ച് വളർത്തി, അങ്ങനെ ഉണ്ടാക്കി വളർത്തിയെന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങനെ പറയണം. പാതിരികൾ എന്താ ചെയ്യേണ്ടത്? പാതിരികൾ നിന്ന് ബലി അർപ്പിക്കേണ്ടത് വെറുതെ, അത് ആവശ്യമില്ല. അതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ജൽപ്പനയും ജപമാലയല്ല. ജപമാല എന്ന് പറയുന്നത് എന്നിട്ട് ജീവനില്ലാത്ത പ്രതിമകൾക്ക് അർപ്പിക്കുന്നതാ. അതിന് അർപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതന്നെ റോമൻ കാത്തലിക്സ് ചെയ്യണേ, അല്ലേ? ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്കും മനുഷ്യർക്കും നശ്വരമായ നശ്വര മൃഗങ്ങൾക്കും അർപ്പിച്ച എന്തൊക്കെയോ കഴിക്കണില്ലേ, അതൊക്കെ ഓർത്ത് വെച്ചോ. എന്നിട്ട് മറവിയുണ്ടങ്ങനെ. പിന്നെ ഓരോരോ ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റോമൻ കാത്തലിക്സും നശ്വരമായ ആൻറ്റിക്രൈസ്റ്റ് ഹിന്ദുസും നശ്വരമായ മുസ്ലിംസും ഇതിൻ്റെ കൂടെ ചേർന്നുണ്ട്. കുമ്മുട്ടി ഷൂർഖാൻ പോലത്തെയുള്ള വെഡ്ഡികൾ അവർ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെച്ചേക്കുക. അത് മനസ്സിലാക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മരിച്ച ഈ ജീവനില്ലാത്ത പ്രതിമയും പാതിരിവാഷം കെട്ടി വിലയിലാണ് റിപ്പീറ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്തവർ ആരാധിക്കുന്നതല്ല. അതും ജഗുത്താൻ വെഡ്ഡികളെ ആരാധിക്കണത് തുല്യമാണ്. അതാ പറഞ്ഞു തരണേ. അല്ലാണ്ട് പറഞ്ഞു തരുമ്പോൾ മാറാൻ നോക്കാം. നിങ്ങൾ മാറാൻ തയ്യാറല്ല. അപ്പോൾ അതുപോലത്തെ പിന്നെ മുങ്ങി നിവരണം, അതുപോലത്തെ കുറേ കാര്യങ്ങൾ. ജപമാല ജൽപ്പന ചെല്ലുന്നത് അരോചകമാണ്. അതല്ലാതെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പിന്നെന്താ, അതൊക്കെ തന്നെ. പിന്നെ ഇപ്പം എന്താ പറയുക, പള്ളി അങ്ങനെ തന്നെ യേശോ പറയണത്. പള്ളിയിൽ അല്ല എഴുതി വെച്ചിട്ടുണ്ട്, പള്ളിയിലും മലമോളിയിലും ചെന്ന് പ്രാർത്ഥിക്കരുത്. അവിടെ മലയിലും പള്ളിയിലും ചെന്ന് പ്രാർത്ഥിക്കേണ്ടാത്ത ഒരു സമയം വരുന്ന പറഞ്ഞേ. അതിൻ്റെ അർത്ഥം എന്താ? ജീവനില്ലാത്ത വിഗ്രഹങ്ങളെല്ലാം പൊക്കി പിടിച്ച് ആരാധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു എൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ തത്രപ്പെട്ട് ജോലി ചെയ്യുക, തത്രപ്പെട്ട് മക്കളുണ്ടാക്കുക, തത്രപ്പെട്ട് എന്താ പറയാൻ, കല്യാണം കഴിക്കുക, അതൊരു ജീവനുള്ള ദൈവത സമയത്ത് ഏത് സമയത്താണെങ്കിലും നടന്നോളൂ എന്നാണ് പറയണേ. മുങ്ങി നിവരേണ്ടത് ഒരു അവസ്ഥയാണ്. ആ രീതിയിൽ പറയണ്ട. മുങ്ങി നിവരേണ്ട അവസ്ഥയാണ് ഒരു സ്ട്രോങ് അവസ്ഥ, ശോഷിച്ച അവസ്ഥയല്ല. അല്ലാണ്ട് 3 തുള്ളി വെള്ളം ഒഴിക്കുന്നതല്ല കുമോദിസ്. ഒരു 30 വയസ്സ്, 20 വയസ്സ്, 18 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ് ഒരു സമയം എത്തിയിട്ട്
മുങ്ങി നിവര, വെള്ളത്തിൽ മുങ്ങി നിവരുക എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രത്യേക രീതിയുണ്ട്. ഫുള്ളായിട്ട് തല ഫുള്ള് മുങ്ങി നിവർന്ന് ബോഡി ഫുൾ ഇങ്ങനെ ഇമ്മേഴ്സ് ആൻഡ് റൈസ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതുപോലെ അവിടെ എന്തെങ്കിലും ലവ് ചെയ്തോട്ടെ, എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, അവിടെ കുട്ടിയും കഴിച്ച് ബീഡിയും വലിച്ച് പൂണ്ടു പൂണ്ടു പാണ്ടു എന്ന് പറഞ്ഞ് നടക്കണം, പെണ്ണെന്ന് പറഞ്ഞ് നടക്കണതില്ല. സൂക്ഷിച്ച് വാക്കുകൾ മാറ്റ്. ഒരാണിനെ നോക്കി എങ്ങനെ നിങ്ങൾക്ക് പെണ്ണെന്ന് പറയാൻ പറ്റും? അത് പെണ്ണുങ്ങൾ ആരെങ്കിലും ഇതുപോലെ പറയുമോ? അല്ല, വ്യത്യാസം പറയും, മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ തന്നെ പറയണം. അല്ലെങ്കിൽ ഏത് ഇംഗ്ലീഷുകാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവർ ഇവിടെ കാശ് മേടിക്കേണ്ടതിന് ഇല്ല, കാശ് മേടിക്കില്ല. മനസ്സിലാക്കുക. മെറ്റീരിയലിസ്റ്റിക് നേച്ചർ അല്ല. മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് വേണ്ടി കസേര വരുന്ന് വെഡിത്തം വിളമ്പുന്നതല്ല മെറ്റീരിയലിസ്റ്റിക്. യേശുവ നിങ്ങൾ രാജകത്വത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. യേശുവയുടെ രാജകത്വം അങ്ങനെയല്ല. മെറ്റീരിയലിസ്റ്റിക് ഉന്നതിയല്ല കാണുന്നത്. മെറ്റീരിയലിസ്റ്റിക് ഉന്നതിയല്ല കാണുന്നത്. ഒരു എന്താ പറയുന്നത്, ആത്മാവിൻ്റെ ഉന്നതി. ആത്മീയം എന്ന് പറയാൻ പറ്റില്ല അതിനെ. ആത്മാവിൻ്റെ ഉന്നതി. നിങ്ങളോട് ഈ പറയണ എൻ്റെ വോയിസിന് വില ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ വീണ്ടും ആ തെറ്റിന്ന് മാറാണ്ട് നടക്കുകയാണെന്ന്. അത്രേ ഉള്ളൂ. അപ്പോൾ യേശുവിൻ്റെ ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപി അവരുടെ യൂട്യൂബിൻ്റെ അടിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ചന്താവരി കോണങ്ങളും കുറേ ജയിലിലാണവരൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നവർ. അവർ എന്താ പറയുക, അവരുടെ യൂട്യൂബിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ട് വിഡ്ഢികളുടെ ഇടയിൽ ഒരു പടു വിഡ്ഢിന്ന് ആന മണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ യേശുവിനെ നിങ്ങൾ എന്താ വിചാരിക്കണം? യേശു എന്താ ഒരു കസേരമേരിക്കും, എന്നിട്ട് പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് ഗവൺമെൻറ് എക്സാം എഴുതും, എന്നിട്ട് ഗവൺമെൻറ് എക്സാം എഴുതിയിട്ട് അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ. എന്നിട്ട് ഒരു പാലം പണിയാൻ സാക്ഷൻ, ഒരു 21 കിലോമീറ്റർ മേൽപ്പാലം നല്ല ഉയരത്തിൽ ട്രാഫിക്കൊക്കെ കുറയ്ക്കാനായിട്ട് ഒരു 21 കിലോമീറ്റർ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ആമ്പലൂർ ഹൈവേ അവിടെ വരെ ഒരു നീളത്തിലെ പാലം, വണ്ടികളൊക്കെ പറഞ്ഞു. പാലം എന്തെങ്കിലും വിള്ളല എന്തെങ്കിലും ഒടിഞ്ഞ് വീണെന്ന് വിചാരിച്ചോ? അപ്പോൾ ഇനി വീണ്ടും പാലം പണിയാൻ സാങ്ഷൻ കൊടുക്കാം അങ്ങനെ പറയുന്നതാണോ വിചാരിച്ചാണ്? അല്ല, അതിനല്ല. അപ്പോൾ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലത്തെ തന്നെ ഓരോന്നോർത്ത് ഈ കുമ്മുട്ടി, മോഹൻലാൽ, കുഞ്ചുവാര്യർ ചെയ്യുന്നത് ആരെയും പറയിപ്പിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് അറിവില്ല, ധൈര്യമില്ല. അതുകൊണ്ടാണ് അവർ പറയിപ്പിച്ചാൽ മാത്രം 2 മണിക്കൂറിന് വേണ്ടി സംസാരിക്കുന്നത്. അവർക്ക് സംസാരിക്കാൻ കഴിവില്ല. ശരിക്കുള്ള സംസാരം എന്ന് പറയുന്നത് എന്താണ്? ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് സംസാരിക്കുക. അതാണ് സംസാരം എന്ന് പറഞ്ഞാൽ. അതാണ് കമ്മ്യൂണിക്കേഷൻ. അതിനെ സോഷ്യൽ എന്നും പറയാം. അപ്പോൾ മനസ്സിലാക്കുക ഏത് രീതിയിലാണ് ഓരോ അവതരിപ്പിക്കണം ചെയ്യണം. അല്ല കുശ് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടല്ല, വെഡിത്തം വിളമ്പി കഴിഞ്ഞിട്ടല്ല ഇത് ഞാൻ പറയണേ. ഞാൻ പറഞ്ഞു ഒരു വെഡികൾ തന്നെ തോണ്ടി ഇങ്ങനെ പേര് വിളിക്കാൻ അങ്ങനെ വന്നിട്ടില്ലേ. അപ്പോൾ വ്യത്യാസമുണ്ടോ? ഓരോരോ നിങ്ങൾ വേറെ ഏത് വെഡിനെയും സ്വപ്നം കാണണേ? അത് നിങ്ങൾ എന്തിനാ വെഡികളെ സ്വപ്നം കാണണേ എന്ന് ഞാൻ ചോദിക്കണേ. അപ്പോൾ അല്ലാണെന്നല്ല യേശുവയുടെ സമയത്ത് വരുന്നത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ സാക്രിഫൈസ് 2000 വർഷം മുമ്പ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയണേ. കറക്റ്റ് മുകളിൽ തൊട്ട് താഴോട്ട് കയറിയെന്ന്. അതുകൊണ്ട് പറഞ്ഞേ, ഇനി വന്ന ഒരു കള്ളനെ യേശു ആണെങ്കിലും എങ്ങനെ ഏത് രീതിയിൽ വന്നാലും വേർഡ്സ് നമ്പേഴ്സ് അനുസരിച്ച് വന്നാലും അതിൽ അത് യഹൂദിയ എന്ന് പറഞ്ഞാൽ ഒരു കോമഡി ഗോവൻസ്, അതായത് തൃശ്ശൂരിൽ വന്നിട്ടുണ്ട് ഇത്തിരി കോമഡി അതിരിപ്പുള്ളി അടുത്ത് അങ്ങനത്തെ ഇതല്ലേ പറയണത്. ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. എന്താ പറയുക, ഈ സമയം ഒരു 1990 തൊട്ട് അല്ലെങ്കിൽ 1988 തൊട്ട് വരണ ഓരോരോ പ്രദർശിപ്പിക്കണ ഓരോരോ സിനിമകൾ എന്ന് പറയാൻ പറ്റില്ല. അതിലും എന്തെങ്കിലും പ്രദർശിപ്പിക്കണം എന്തെങ്കിലും ഇമോഷൻ ചെയ്താലും അതിലൊരു ചെറിയ 2000 വരെയാണെന്ന് പറയാം. 2006 2005 വരെ. ഇപ്പോഴത്തെ എനിക്കിഷ്ടമില്ല. ഇപ്പോഴത്തെ വീഡിയോ വെറും കാശിന് വേണ്ടി ഡ്രഗ് അടിച്ച് കുറേ പേര് ചെയ്യുന്നതാണ്. അതല്ല, അപ്പോൾ ആ സമയത്തുള്ളൊരു പ്രദർശിപ്പിച്ചത് ബാക്കിയുള്ളവരുടെ മനസ്സിൽ പെട്ട് അതൊരു കോമഡി അല്ല പറയേണ്ടത്, ഒരു എന്താ തന്നെ പറയാം, എന്തൊരു നർമ്മം രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എവിടെയാ. അപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഒരു രീതിയിൽ വരുമ്പോൾ അപ്പോൾ യേശുവയുടെ കാലത്ത് അപ്പോൾ ഇനി വരെ കള്ളനെ പോലെ വരുന്നു പറയണത്, അല്ലെങ്കിൽ ചോറ് പോലെ വേർഡ്സ് നമ്പേഴ്സ് അനുസരിച്ച് വരുന്നത് 1 മണിക്കൂർ അറിയില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? എന്താണെന്ന് വെച്ചാൽ ഇനി സാക്രിഫൈസ് ചെയ്യാനല്ല വരണേ. എന്ത് ഒരു മിതവത്വം ഉണ്ടെങ്കിലും അത് രാജാവിനെ പോലെ വരുന്ന പറയണേ, ഒരു ആത്മാവിൻ്റെ തലത്തിലാണ് പറയണേ. അല്ലെങ്കിൽ ഒരു എന്താ പറയാനേ,
അല്ലാന്ന് പറയുന്നത് ഒരു ആ, ആ, എന്താ പറയുക, ഒരു ഈ എന്താ പറയുന്നത്, ഇനിയുള്ള സാക്രിഫൈസൊക്കെ തീർന്നു. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തൊരു വിലയില്ലാണ്ടാക്കരുത്. വിലയില്ലാണ്ടാക്കിയാൽ അത് ശരിയല്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മാറാനുള്ളവർ മാറിയില്ലെങ്കിൽ എൻ്റെ വോയിസിന് വില ഉണ്ടെങ്കിൽ വേറെ നടന്നുണ്ട് ഈ നടക്കേണ്ടത് നടക്കണ രീതിയിൽ വരുന്ന പറയണം. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ.